ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഇഡിയംസ് ആണ്. അതായത് നമ്മൾ ഇമോഷനായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇഡിയംസ്. നമ്മൾ ഇമോഷൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സമയത്തേക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇഡിയംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, വെയർ യുവർ ഹാർട്ട് ഓൺ യുവർ സ്ലീവ്. വെയർ യുവർ ഹാർട്ട് ഓൺ യുവർ സ്ലീവ് എന്ന് പറഞ്ഞാൽ അതിനെന്താ മീനിങ് വരുന്നത്? അതിൻ്റെ മീനിങ് ടു ഓപ്പൺലി ഷോ യുവർ ഇമോഷൻസ്. അതായത് നമ്മൾ എന്ത് ഇമോഷൻ ആണെങ്കിലും, ഇപ്പോൾ നമുക്ക് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്ത് ഇമോഷൻ ആണെങ്കിലും നല്ലോണം പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെ നല്ലോണം എക്സ്പ്രസ് ചെയ്യുന്ന ഓപ്പണായിട്ട് പുറത്തേക്ക് കാണിക്കുന്ന ഒരാളെ നമുക്ക് ഈ ഇഡിയം യൂസ് ചെയ്തിട്ട് പറയാം. വെയർ യുവർ ഹാർട്ട് ഓൺ യുവർ സ്ലീവ്. ഫോർ എക്സാമ്പിൾ, ജോൺ വെയർസ് ഹിസ് ഹാർട്ട് ഓൺ ഹിസ് സ്ലീവ്. സോ ഇറ്റ്സ് ഈസി ടു ടെൽ വെൻ ഹീസ് അപ്സെറ്റ്. അതായത് ജോൺ വെയർസ് ഹിസ് ഹാർട്ട് ഓൺ ഹിസ് സ്ലീവ്. അപ്പോൾ അയാൾ അപ്സെറ്റ് ആണെങ്കിലും ഹാപ്പി ആണെങ്കിലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ ഒരു ഇഡിയം വെച്ച് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് പൊട്ടിക്കരയുക എന്നുള്ളതിനാണ് നമ്മൾ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് സഡൻ ആയിട്ട് നമ്മൾ പൊട്ടിക്കരയുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഷി ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ് വെൻ ഷി ഹേർഡ് ദ ബാഡ് ന്യൂസ്. ആ ബാഡ് ന്യൂസ് അവൾ കേട്ടപ്പോൾ അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ഷി ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അങ്ങനെ നമുക്ക് പറയാം. അടുത്തതാണ് ഇൻ ഹൈ സ്പിരിറ്റ്സ്. ഇൻ ഹൈ സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര സന്തോഷമായിട്ടും ചിയർഫുൾ ആയിട്ടുള്ള ഒരാളെ, ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരാളെ നമ്മൾ പറയുന്നതാണ് ഇൻ ഹൈ സ്പിരിറ്റ്സ്. ഹീസ് ഇൻ ഹൈ സ്പിരിറ്റ്സ്. അങ്ങനെയൊക്കെ പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ ടീം വാസ് ഇൻ ഹൈ സ്പിരിറ്റ്സ് ആഫ്റ്റർ ദെയർ വിക്ടറി. അതായത് അവർ ജയിച്ചതിന് ശേഷം അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു, ഭയങ്കര ചിയർഫുൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ദ ടീം വാസ് ഇൻ ഹൈ സ്പിരിറ്റ്സ് ആഫ്റ്റർ ദ വിക്ടറി. ഇനി അടുത്തത് ഡൗൺ ഇൻ ദ ഡംസ്. ഡൗൺ ഇൻ ദ ഡംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൗൺ ഇൻ ദ ഡംസ് എന്ന് പറയുമ്പോൾ ഡൗൺ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നില്ല, ഭയങ്കര സാഡ് ആയിട്ടുണ്ടാകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡിയമാണ്. അപ്പോൾ ഡൗൺ ഇൻ ദ ഡംസ് എന്ന് പറയുമ്പോൾ ടു ഫീൽ സാഡ് ഓർ ഡിപ്രസ്ഡ്. സാഡ് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടുണ്ടാകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡിയമാണ്. ലെറ്റ്സ് ലുക്ക് ദ എക്സാമ്പിൾ. ഹീസ് ബീൻ ഡൗൺ ഇൻ ദ ഡംസ് സിൻസ് ഹി ലോസ്റ്റ് ഹിസ് ജോബ്. അവൻ്റെ ജോലി നഷ്ടപ്പെട്ടു. സിൻസ് ഹി ലോസ്റ്റ് ഹിസ് ജോബ്. ജോലി നഷ്ടപ്പെട്ടത് മുതൽ അവൻ ഭയങ്കര സങ്കടത്തിലാണ്, ഡിപ്രസ്ഡ് ആണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. ഇനി അടുത്തത്, ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ, ബ്ലോ യുവർ ടോപ്പ്. ബ്ലോ യുവർ ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലോ യുവർ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുക, എക്സ്ട്രീംലി ആംഗ്രി. അതായത് ടു ബിക്കം എക്സ്ട്രീംലി ആംഗ്രി, ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുമ്പോൾ നമുക്ക് പറയാം ബ്ലോ യുവർ ടോപ്പ്. ഫോർ എക്സാമ്പിൾ, ഹി ബ്ലൂ ഹിസ് ടോപ്പ് വെൻ ഹി ഫൗണ്ട് ഔട്ട് സം വൺ ഹാഡ് സ്ക്രാച്ച്ഡ് ഹിസ് കാർ. നമുക്കറിയാമല്ലേ, കാറൊക്കെ സ്ക്രാച്ച് ചെയ്താൽ ഭയങ്കര ദേഷ്യം പിടിക്കുന്ന കാര്യമാണ്. അപ്പം സം വൺ സ്ക്രാച്ച്ഡ് ഹിസ് കാർ, അവൻ്റെ കാർ ആരോ സ്ക്രാച്ച് ചെയ്തു, അപ്പോൾ ഹി ബ്ലോ ഹിസ് ടോപ്പ്. അങ്ങനെ പറയാം. ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ദിസ് ഇഡിയം ഈസ് ക്രൈ യുവർ ഹാർട്ട് ഔട്ട്. സിമ്പിളാണ്, ഇഡിയം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അറിയാവുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്യുക. ഇനി ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ദിസ് ഇസ് ഷഫ്ന സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. English Mithra. Stop worrying, start learning.